പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം ഈ വാട്സപ്പിൽ പല പല അപ്ഡേറ്റുകൾ ഇപ്പം കടന്നു പോയിട്ടുണ്ട്. ഈ പല പല അപ്ഡേറ്റിലായിട്ട് പുതിയ പുതിയ മാറ്റങ്ങൾ പലതും വന്നിട്ടുണ്ട്. ഈ പുതിയ പുതിയ മാറ്റങ്ങൾ പലതും വന്നിട്ടുള്ളതിൽ എനിക്ക് രണ്ട് മാറ്റങ്ങൾ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ട മാറ്റങ്ങളുണ്ട്. ആ രണ്ട് മാറ്റങ്ങളാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് മുന്നായിട്ട് ഒരു കാര്യം പ്രത്യേകമായിട്ട് പറയാനുള്ളത്, നിങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ അതുപോലെ തന്നെ ഈ പുതിയ മാറ്റങ്ങളെല്ലാം എങ്ങനെയാണ് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ ഇതിലെ ആദ്യത്തെ മാറ്റം എന്താണെന്ന് അറിയാൻ വേണ്ടി ആദ്യം തന്നെ നിങ്ങൾ വാട്സപ്പ് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മുകളിലായിട്ട് ഈ 3 ഡോട്ട് കാണാനായിട്ട് സാധിക്കും. ഈ 3 ഡോട്ടിൽ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെയായിട്ട് നിങ്ങൾക്ക് സെറ്റിംഗ്സ് എന്ന് കാണാൻ സാധിക്കും. ആ സെറ്റിംഗ്സിൽ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെയായിട്ട് നിങ്ങൾക്ക് പ്രൈവസി എന്ന് കാണാൻ സാധിക്കും. ഈ പ്രൈവസിയിൽ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം സ്വല്പം ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ ഈ താഴെയായിട്ട് നിങ്ങൾക്ക് അലോ ക്യാമറ എഫക്റ്റ് എന്ന് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും. ഇത് ഒരുപാട് പേർക്ക് അറിയാൻ വയ്യാത്ത ഒരു പുതിയ ഇതാണിത്. പുതിയ അപ്ഡേറ്റിൽ വന്നിട്ടുള്ള ഒരു പുതിയ മാറ്റമാണിത്. ഓക്കെ, അപ്പൊ ഇത് കുറെ മാറ്റങ്ങൾ വന്നതിൽ ഒരു മാറ്റമാണിത്. അപ്പൊ ഇത് ഒന്ന് എനബിൾ ചെയ്യാം. നമുക്ക് ഇത് എനബിൾ ചെയ്യാനായിട്ട് നമ്മൾ ഇവിടോട്ടൊന്ന് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഉണക്ക് കണ്ടിന്യൂ എന്ന് ഇത് വരുന്നുണ്ട്, കണ്ടിന്യൂ എന്ന്. അപ്പൊ ഇവിടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഉണക്ക് ഇത് എനബിൾ ആയി കിട്ടും. അപ്പൊ ഇത് എനബിൾ ആയി കിട്ടിയിട്ടുണ്ട്, ഇതിപ്പോ എനബിൾ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനിയാണ് നമുക്ക് ഇത് മുന്നോട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ആർക്കെങ്കിലും ഒരു വീഡിയോ കോൾ ചെയ്യാം. നമുക്ക് ഇങ്ങനെ വീഡിയോ കോൾ ചെയ്യുന്നുണ്ടെ ഇവിടെയായിട്ട് നിങ്ങൾക്ക് ഒരു ഐക്കോൺ കാണാനായിട്ട് സാധിക്കും. ഈ ഐക്കോണിൽ ടച്ച് ചെയ്തിട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ താഴെയായിട്ട് കുറെ ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കളർ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ബാക്ക്ഗ്രൗണ്ട് കളർ ഇങ്ങനെ പല പല കളറുകൾ ഇങ്ങനെ ഇതേമാതിരി നിങ്ങൾക്ക് മാറ്റി നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം കണ്ടില്ലേ, ഇത് പല പല കളറുകൾ മാറി വരുന്നില്ലേ. അപ്പൊ ഇതേമാതിരി നിങ്ങൾക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിങ്ങനെ ചേഞ്ച് ചെയ്ത് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ നമുക്ക് ആശ്ചര്യപ്പെടുത്താനായിട്ട് സാധിക്കും. അവർക്ക് ഇത് എങ്ങനെ എന്തുവാണെന്ന് അറിയത്തില്ല. കാര്യം എന്താണെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ നമ്മളിപ്പോ എനബിൾ ചെയ്തില്ലേ, ആ ഓപ്ഷൻ എനബിൾ ചെയ്താൽ മാത്രമേ നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അത് എനബിൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് സാധാരണ വീഡിയോ കോൾ ചെയ്യുന്നവർക്ക് ഇത് മനസ്സിലാവത്തില്ല എങ്ങനെയാണ്. അപ്പോൾ ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ അതിനുശേഷം നമുക്ക് ഇപ്പൊ നമ്മൾ എനബിൾ ചെയ്തതിന്റെ തൊട്ട് താഴെയായിട്ട് തന്നെ ഇവിടെയായിട്ട് രണ്ടാമത്തെ ഇതാണ് പറയുന്നത്. ഈ തൊട്ട് താഴെയായിട്ട് തന്നെ അഡ്വാൻസ്ഡ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഇതുണ്ട്. അതിലൊന്ന് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മുകളിലായിട്ട് നമുക്കൊരു ഇത് എനബിൾ ചെയ്തിട്ടില്ലാത്ത ഒരു ഇത് കാണാനായിട്ട് സാധിക്കും. ഇതിന്റെ താഴെയായിട്ട് നമുക്ക് ഇതിനു മുന്നേ ഞാൻ വീഡിയോയിൽ ഇതൊക്കെ ഇതിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഇപ്പൊ ഈ മുകളിൽ കാണിക്കുന്ന ഇത് മാത്രം നമ്മൾ ഇതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇതൊന്ന് എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനുള്ള പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് അൺനോൺ മെസ്സേജ് ഒക്കെ ഒരുപാട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒറ്റയടിക്ക് തന്നെ നമുക്കിത് മൊത്തത്തിൽ ബ്ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുവേണ്ടിയാണ് ഈ ഒരു കാര്യം. ഇത് ഒരുപാട് പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇത് നിങ്ങൾ തീർച്ചയായിട്ടും എനബിൾ ചെയ്തിടുക. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ ശല്യം ചെയ്യുന്ന ഇതുകൊണ്ട് മെസ്സേജുകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവായി കിട്ടും. ഓക്കെ, അപ്പൊ അതിനുവേണ്ടിയാണ്. ഇനി അടുത്ത തൊട്ട് നമ്മൾ ബാക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുകൊണ്ടൊക്കെ ഇവിടെ ലിസ്റ്റ് എന്ന് കാണാം. ഇതും പുതിയൊരു അപ്ഡേറ്റിൽ വന്ന മാറ്റമാണ്. ഇതിനെപ്പറ്റിയും കൂടുതൽ ആളുകൾക്കൊന്നും അറിയത്തില്ലായിരിക്കാം. പക്ഷെ ഞാനിത് ഉപയോഗിച്ചിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ആവശ്യം എനിക്ക് വേണ്ടി വന്നിട്ടില്ല. ഇത് നേരത്തെ വന്ന ഒരു അപ്ഡേറ്റ് ആണ്, അതിലെ മാറ്റമാണ്. പക്ഷെ ഇത് ആവശ്യമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് പരിചയപ്പെടുത്തിയാണ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ക്രിയേറ്റ് കസ്റ്റം ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് പ്ലസ് എന്നുള്ളിടത്ത് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് പ്രീസെറ്റ് ചെയ്യാനും ഫേവറേറ്റും ഗ്രൂപ്പും ഇതിന്റെ എല്ലാം ഇതിവിടെ മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ. ഇത് വേണമെന്നവർക്ക് ഇത് ഗ്രൂപ്പിലൊക്കെ ഒരുപാട് പ്രയോജനം ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് അപ്പം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുക ഇത്. ഓക്കെ, ഇതാണ് അപ്പം പുതിയ അപ്ഡേറ്റ്. ഞാൻ രണ്ടെണ്ണമാണ് പറയാൻ ഉദ്ദേശിച്ചത്. ഇതുകൂടെ വെറുതെ ബാഗിൽ അടിച്ചെന്നെ ഇത് പറഞ്ഞേ ഉള്ളൂ. അപ്പൊ ആദ്യത്തെ രണ്ട് അപ്ഡേറ്റ് ഞാൻ പറഞ്ഞ പുതിയ മാറ്റം വന്നത് അത് നിങ്ങൾക്ക് ശരിക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് വിചാരിക്കുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് പ്രയോജനം ചെയ്യും. കാര്യം എന്ന് വെച്ചാൽ ആ കളർ മാറ്റുന്ന ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റുന്നതൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് പ്രയോജനം ചെയ്യും. ഒരുപാട് പേർക്ക് മറ്റുള്ള ഫ്രണ്ട്സിനെയൊക്കെ അതിശയിപ്പിക്കാനായിട്ട് സാധിക്കും. ഇതെങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് അവർക്ക് മനസ്സിലാകത്തില്ല. കാര്യം എന്ന് വെച്ചാൽ അത് എനബിൾ ചെയ്താൽ മാത്രമേ ഇത് ക്യാമറയിൽ ഇതിങ്ങനെ പ്രവർത്തിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് ഒരുപാട് പ്രയോജനം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് അറിയാത്ത ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും ഇത് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.
അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും വിടാം. നന്ദി, നമസ്കാരം.